പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ നമസ്കാരത്തിൽ ജാഗ്രത കൈക്കൊള്ളുവിൻ. നമസ്കാരത്തിൻ്റെ നന്മകളെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന നമസ്കാരത്തിൽ വിശേഷിച്ചും അനുസരണമുള്ള ദാസന്മാർ നിൽക്കും പ്രകാരം അല്ലാഹുവിൻ്റെ മുൻപിൽ നിൽക്കുവിൻ. അരക്ഷിതാവസ്ഥകളിലാണെങ്കിൽ കാൽനടക്കാരായോ സവാരിക്കാരായോ നിങ്ങൾക്ക് സാധ്യമാകുന്നതെങ്ങനെയോ അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കൊള്ളുക. സുരക്ഷിതത്വം കൈവന്നാൽ പണ്ട് നിങ്ങൾക്ക് അപരിചിതമായിരുന്നത് അവൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുവിൻ, ഓർക്കുവിൻ. നിങ്ങളിൽ ഭാര്യമാരെ വിട്ടു മരിച്ചു പോകുന്നവർ തങ്ങളുടെ ഭാര്യമാർക്കു വേണ്ടി 1 വർഷത്തേക്കുള്ള ജീവിത വിഭവങ്ങൾ വസിയത്ത് ചെയ്യേണ്ടതാകുന്നു. അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാവുന്നതല്ല. അവർ സ്വയം ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ സ്വന്തം കാര്യത്തിൽ അവർ ന്യായമായി പ്രവർത്തിക്കുന്നതിലൊന്നും നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഏതുമില്ല. അല്ലാഹു സകലരും അധികാരമുള്ളവനും യുക്തിജ്ഞനുമല്ലോ. ഇതേ പ്രകാരം ത്വലാഖ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെയും ഉചിതമായ വല്ലതും നൽകി പിരിച്ചയക്കേണ്ടതാകുന്നു. അത് ഭക്തജനങ്ങളുടെ ബാധ്യതയത്രേ. ഇപ്രകാരം അല്ലാഹു അവൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് സ്പഷ്ടമായി വിവരിച്ചു തരുന്നു. നിങ്ങൾ ചിന്തിച്ചും ഗ്രഹിച്ചും പ്രവർത്തിച്ചുവെങ്കിൽ. മരണഭയത്താൽ വീട് വിട്ടിറങ്ങിയ അവർ അനേകായിരങ്ങളുണ്ടായിരുന്നു. ആ ജനത്തിൻ്റെ അവസ്ഥ താങ്കൾ ചിന്തിക്കുന്നില്ലയോ? അല്ലാഹു അവരോടരുളി, മൃതരാകുവിൻ. പിന്നീട് അവർക്ക് രണ്ടാമതും ജീവൻ നൽകി. യഥാർത്ഥത്തിൽ മനുഷ്യരോട് ഏറെ ഔദാര്യമുള്ളവനല്ലോ അല്ലാഹു. പക്ഷേ അധിക ജനവും നന്ദി കാണിക്കുന്നില്ല. മുസ്ലിങ്ങളെ, അല്ലാഹുവിൻ്റെ സരണിയിൽ സമരം ചെയ്യുവിൻ. നിങ്ങൾ നന്നായി ഗ്രഹിച്ചുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. അവൻ എല്ലാം ശ്രവിക്കുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അല്ലാഹുവിന് നല്ല കടം നൽകുവാൻ നിങ്ങളിൽ ആരുണ്ട്? അത് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു തിരിച്ചു കിട്ടുന്നതിന് ചുരുട്ടുകയും നിവർത്തുകയും അല്ലാഹുവിൻ്റെ അധികാരമാകുന്നു. അവനിലേക്കാകുന്നു നിങ്ങൾ തിരിച്ചു പോകേണ്ടത്. പിന്നെ മൂസ അലൈഹിസ്സലാമയ്ക്ക് ശേഷം ഇസ്രായേൽ വംശത്തിലെ പ്രമാണികൾ കാണിച്ച ചെയ്തികളെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടില്ലേ? അവർ തങ്ങളുടെ പ്രവാചകനോട് ആവശ്യപ്പെട്ടു, ദൈവിക സരണിയിൽ സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരിക. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് യുദ്ധത്തിന് കൽപ്പന ലഭിച്ചാൽ പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നു കളയുമോ? അവർ പറഞ്ഞു തുടങ്ങി, ദൈവിക സരണിയിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നതെങ്ങനെ? ഞങ്ങൾ സ്വവസതികളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും സ്വസന്താനങ്ങളിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്തിരിക്കെ. പക്ഷേ യുദ്ധത്തിന് കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരിൽ തുച്ഛം പേരൊഴിച്ച് എല്ലാവരും പിന്മാറിക്കളഞ്ഞു. അല്ലാഹു അവരിലെ ഓരോ അക്രമിയെയും അറിയുന്നവനല്ലോ. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അല്ലാഹു താലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. അത് കേട്ട് അവർ പറഞ്ഞതോ, ഞങ്ങൾക്ക് രാജാവായിരിക്കുവാൻ അവനെന്തർഹത? രാജത്വത്തിന് ഞങ്ങളാണ് അവനേക്കാൾ അർഹതയുള്ളവർ. അവൻ വലിയൊരു ധനികനൊന്നുമല്ലല്ലോ. പ്രവാചകൻ മറുപടി കൊടുത്തു, അല്ലാഹു നിങ്ങൾക്കുമേൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ അദ്ദേഹത്തിന് വൈജ്ഞാനികവും ശാരീരികവുമായ ദിവ്യ യോഗ്യതകളും സുലഭമായി സമ്മാനിക്കുക കൂടെ ചെയ്തിരിക്കുന്നു. തൻ്റെ രാജ്യത്വം താനിച്ഛിക്കുന്നവർക്ക് നൽകുവാൻ അല്ലാഹുവിന് അധികാരമുണ്ട്. അല്ലാഹു വളരെ വിശാലതയുള്ളവനാകുന്നു. സകലതും അവരുടെ ജ്ഞാനത്തിൽ ഉൾക്കൊള്ളുന്നു, അറിവിൽ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം അവരുടെ പ്രവാചകൻ അവരോട് ഇതുകൂടി പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തെ രാജാവായി വാഴിച്ചതിനുള്ള അടയാളം ഇതാകുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിങ്ങൾക്കൊരു പേടകം തിരിച്ചു കിട്ടും. അതിൽ നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള മനഃശാന്തിയുടെ ഉപകരണങ്ങളുണ്ട്. മൂസ അലൈഹിസ്സലാമയുടെ കുടുംബവും ഹാറൂൻ അലൈഹിസ്സലാമയുടെ കുടുംബവും ഉപേക്ഷിച്ചു പോയ വിശുദ്ധ അവശിഷ്ടങ്ങളും. ഇപ്പോൾ അത് മലക്കുകൾ വഹിക്കുകയാകുന്നു. നിങ്ങൾ വിശ്വാസികളെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയ ഒരടയാളം തന്നെ. അനന്തരം താലൂത്ത് സൈന്യസമേതം പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹു നിങ്ങളെ ഒരു നദിയിൽ വെച്ച് പരീക്ഷിക്കുന്നതാകുന്നു. അതിൽ നിന്ന് ജലപാനം ചെയ്യുന്നവൻ എൻ്റെ അനുയായി ആയിരിക്കുന്നതല്ല. അതുകൊണ്ട് ദാഹമകറ്റുന്നില്ലയോ, അവൻ മാത്രമായിരിക്കും എൻ്റെ അനുയായി. ഒരു കൈക്കുമ്പിൾ മാത്രം വല്ലവരും കുടിക്കുന്നുവെങ്കിൽ കുടിച്ചു കൊള്ളട്ടെ. പക്ഷേ അവരിൽ തുച്ഛം പേരൊഴിച്ച് എല്ലാവരും ആ നദിയിൽ നിന്ന് യാഥേഷ്ടം കുടിച്ചു കളഞ്ഞു. എന്നിട്ട് താലൂത്തും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുസ്ലിങ്ങളും ആ നദി തരണം ചെയ്ത് മുന്നോട്ട് പോയേനെ. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ജാലൂത്തിനെയും
അയാളുടെ പടയെയും നേരിടാനുള്ള കഴിവ് ഇന്ന് ഞങ്ങൾക്കില്ല. പക്ഷേ ഒരു നാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് നിലച്ചവർ പറഞ്ഞു. ദൈവഹിതത്താൽ വൻ സൈന്യങ്ങളെ ചെറുസംഘങ്ങൾ ജയിച്ചടക്കുക എന്നത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ക്ഷമയുള്ളവരുടെ കൂട്ടുകാരനല്ലോ അള്ളാഹു. ജാലൂത്തിനോടും അയാളുടെ സൈന്യത്തോടും ഏറ്റുമുട്ടാനിറങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥാ, നീ ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണമേ, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിക്കണമേ. നിഷേധികളായ ഈ ജനത്തിനെതിരിൽ ഞങ്ങൾക്ക് നീ ജയമരുളുകയും ചെയ്യണമേ. ഒടുവിൽ ദൈവഹിതത്താൽ അവർ നിഷേധികളെ തോൽപ്പിച്ചോടിച്ചു. ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ വധിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് അധികാരവും തത്വജ്ഞാനവും പ്രദാനം ചെയ്യുകയും അവൻ ഇച്ഛിച്ചതൊക്കെയും പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം അള്ളാഹു ഓരോരോ ജനക്കൂട്ടങ്ങളെ മറ്റു ജനക്കൂട്ടങ്ങളിൽ നീക്കിക്കളയുന്നില്ലെങ്കിൽ ഭൂലോകം അമ്പേ താറുമാറാകുമായിരുന്നു. എങ്കിലും അള്ളാഹുവിന് ലോകരോടുള്ള മഹത്തായ ഔദാര്യത്തിൽ നാശം തടയുന്നതിന് അവൻ ഇவ்விധം ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. യഥാവിധി നാം താങ്കളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവീക ദൃഷ്ടാന്തങ്ങളാണിവ. ഓ മുഹമ്മദ്, നിശ്ചയമായും ദൈവദൂതന്മാരായി നിയോഗിക്കപ്പെട്ടവരിൽ ഒരു ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ പദവി നൽകിയിട്ടുണ്ട്. അവരിൽ ചിലരോട് അള്ളാഹു നേരിട്ട് ഭാഷണം ചെയ്തിരിക്കുന്നു, സംസാരിച്ചിരിക്കുന്നു. ചിലരെ മറ്റു വിധത്തിൽ ഉന്നതസ്ഥാനീയരാക്കിയിരിക്കുന്നു. ഒടുവിൽ മറിയമിൻ്റെ പുത്രൻ യേശുവിന് നാം തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയും പരിശുദ്ധാത്മാവിലൂടെ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകഴിഞ്ഞ ജനം ആ ദൈവദൂതന്മാർക്ക് ശേഷം പരസ്പരം പൊരുതുമായിരുന്നില്ല. പക്ഷേ ജനം ഭിന്നിക്കുന്നത് ബലത്താൽ വിലക്കുക അള്ളാഹുവിൻ്റെ ഇച്ഛയായിരുന്നില്ല. അതിനാൽ അവർ പരസ്പരം ഭിന്നിച്ചു. ചിലർ വിശ്വാസം കൈക്കൊണ്ടു, മറ്റു ചിലർ സത്യനിഷേധം സ്വീകരിച്ചു. അതെ, അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ, ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ പൊരുതുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു അവൻ ഇച്ഛിക്കുന്നതെന്തോ ആഗ്രഹിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു. ഓ സത്യവിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുവിൻ. കൊള്ളക്കൊടുക്കുകൾ നടക്കാത്തതും മൈത്രി ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്താത്തതും ശുപാർശകൾ ഫലിക്കാത്തതുമായ ഒരു നാൾ വന്നണയും മുമ്പ് സത്യനിഷേധം സ്വീകരിച്ചവരാരോ അവർ തന്നെയാകുന്നു അക്രമികൾ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.